ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു തമിഴ് മൂവി റിവ്യൂ ചെയ്യാനായിട്ടാണ്. നമ്മുടെ മലയാള താരമായിട്ട് ലിജോ മോൾ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ് കാതൽ എൻപത് പൊതു ഉടമൈ എന്ന് പറയുന്ന ഒരു മൂവി. ആ ഒരു മൂവിൻ്റെ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട് കാതൽ, അതായത് പ്രണയം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു പേര് തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആ ഒരു മൂവിക്ക് ആ പേര് തന്നെയാണ് ചേരുന്നതെന്ന് തോന്നും. കാരണം ഈ ഒരു മൂവി എന്ന് പറയുന്നത് ലെസ്ബിയൻസിന്റെ കഥ പറയുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ പേരൻസിന്റെ, അതായത് മാരേജ് കഴിഞ്ഞിട്ടും അബോർഷനുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്നൊക്കെ ഈ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട ഒരു മൂവി തന്നെയാണിത്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻസിൻ്റെ കഥയൊക്കെ പറയുന്ന പല ഷോർട്ട് ഫിലിംസും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു മൂവി നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൂവി ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്ട്രഗിളുകൾ, ലെസ്ബിയൻസിൻ്റെ സ്ട്രഗിളുകൾ നമ്മളിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എത്തിക്കുന്നുണ്ട്. അതിന് ഈ ഒരു ആക്ടേഴ്സ് തന്നെയാണ് വലിയൊരു കാര്യം എന്ന് തന്നെ പറയാം. ലിജോമോളുടെ ആക്ടിങ് വളരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ അമ്മ റോളിലെത്തുന്നത് രോഹിണിയാണ്. രോഹിണിയുടെ ലൈഫിലും പല സ്ട്രഗിളുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അച്ഛൻ റോളിലെത്തുന്നത് നമ്മുടെ വിനീത് തന്നെയാണ്. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഈ ഒരു മൂവിയിൽ പറയുന്നുണ്ട്. എങ്കിലും മെയിനായിട്ട് നമുക്ക് ഈ ഒരു മൂവിയിലെ ഈ ഒരു കഥ പറയുന്നത് ലെസ്ബിയൻസിന്റെ കഥ തന്നെയാണ്. ഈ ഒരു കാലത്ത് നമ്മൾ റിയൽ ലൈഫിൽ തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്കിലും പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അല്ലേ. നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. എന്തായാലും ഒരു മൂവി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ജയപ്രകാശ് രാധാകൃഷ്ണനാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻസ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കും. കാരണം അത്ര നല്ല രീതിയിൽ തന്നെ ഒരു വൾഗാരിറ്റികളും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു മൂവി നമ്മളിലേക്ക് എത്തുന്നത്. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ഫാമിലി ആയിട്ട് തന്നെ കാണണം എന്ന് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് ഈ കാതൽ എൺപത് പൊതു ഉടമൈ എന്ന് പറയുന്ന ഈ ഒരു മൂവി. ഒരൊറ്റ ദിവസത്തിൽ ഉണ്ടാവുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു കഥയാണ് കാതൽ എൺപത് പൊതു ഉടമൈ എന്ന് പറയുന്ന ഒരു മൂവി. എന്തായാലും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. ലിജോ മോളും അതുപോലെ തന്നെ രോഹിണിയും വിനീതൊക്കെ ഈ ഒരു മൂവിയിൽ എത്തുന്നുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ പേരൻറ്റിങ്ങിനെ പറ്റിയും ഒക്കെ നമുക്ക് ഈ ഒരു മൂവി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിനെപ്പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ കാതൽ എൺപത് പൊതു ഉടമ എന്ന് പറയുന്ന ഈ ഒരു മൂവി വളരെ നല്ലൊരു മൂവിയാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് ഈ ഒരു കാലത്തിൽ എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. മൂവി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.